നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താൻ G7 നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്ന ആദ്യ ഉച്ചകോടിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതിന് നിമിത്തമായത് ഇറ്റലിയും. ലോകം ഉറ്റുനോക്കിയ ഔട്ട്റീച്ച് സെഷന് ശേഷം ലോക നേതാക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. G7 രാജ്യങ്ങളിലെ നേതാക്കളായ US പ്രസിഡന്റ് ജോ ബൈഡൻ, UK പ്രധാനമന്ത്രി ഋഷി സുനക്, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ എന്നിവരുൾപ്പെടെ യൂണിയൻ പ്രതിനിധികളും ഫോട്ടോയിലുണ്ട്. ലോക നേതാക്കൾക്കൊപ്പം എന്ന തലക്കെട്ടോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രം പങ്കുവച്ചത്. ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ ആത്മീയ നേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഫെസനോയിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഔദ്യോഗികമായി ക്ഷണിച്ചത്. G7 ഉച്ചകോടിക്കിടെ പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ജനങ്ങളോടുള്ള പോപ്പിന്റെ പ്രതിബദ്ധത വലുതാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഈ ലോകത്തെ മികച്ചതാക്കി തീർക്കാനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. പോപ്പ് ഫ്രാൻസിസിനെ ഭാരതത്തിലേക്ക് സന്ദർശനത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്, മോദി പറഞ്ഞു. ഉച്ചകോടി വേദിയിൽ ഇരുവരും പരസ്പരം കണ്ടയുടൻ ആഹ്ലാദത്തോടെ അടുത്തെത്തുകയും ആശ്ലേഷിക്കുകയും ചെയ്തു. ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ സംസാരിച്ചുള്ളൂവെങ്കിലും ഏറെ സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ് ഇറ്റലിയിൽ നടന്നത്. മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം സംബന്ധിച്ച ചർച്ചകൾ ഏറെ സജീവമായിരിക്കെയാണ് മോദി പോപ്പുമായി ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി ഋഷി സുനക്, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രതിരോധം, ആണവം, ബഹിരാകാശം, വിദ്യാഭ്യാസം, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ ബന്ധിപ്പിക്കൽ, ദേശീയ മ്യൂസിയം പങ്കാളിത്തം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നീ മേഖലകളിലെ സഹകരണം ഇമാനുവൽ മാക്രോണുമായി നടത്തിയ ചർച്ചയിൽ ഇടം പിടിച്ചു. മേക്ക് ഇൻ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്ത്രപരമായ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തി. അടുത്ത വർഷം ഫ്രാൻസിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ സഹകരണത്തെപ്പറ്റിയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉടൻ ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും പ്രസിഡന്റ് മാക്രോണിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. മൂന്നാം NDA സർക്കാരിന്റെ കാലത്ത് UK-യുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും സെമി കണ്ടക്ടറുകളുടെ മേഖലയിൽ സഹകരണം ശക്തമാക്കുമെന്നും ഋഷി സുനാക്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉക്രൈൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ചയായെന്നും ചർച്ചകളും നയതന്ത്രവുമാണ് പ്രശ്നപരിഹാര മാർഗമെന്ന് അഭിപ്രായപ്പെട്ടെന്നും മോദി എക്സിൽ കുറിച്ചു. ഉച്ചകോടിക്കായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.